ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ജനറൽ റീഡിംഗ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അതിൽ കുറച്ചുകൂടി കൂടുതൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ടും നിങ്ങളെ റിലേഷൻഷിപ്പിലൊക്കെ പ്രത്യേകിച്ചും നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ്, നിങ്ങൾക്ക് ചില ഗൈഡൻസ് ആയിട്ട് നമുക്ക് പേഴ്സണൽ റീഡിംഗ് ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല. സോ അതിന് പകരം നിങ്ങൾക്ക് ത്രൂ വീഡിയോസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കും. താല്പര്യമുള്ളവർ അതിലേക്ക് ജോയിൻ ചെയ്യാം. റീഡിങ്സ് ഞാൻ ഇനിയും ഒരു 1-2 മാസത്തോളം ഞാൻ ഉണ്ടാവില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ തിരക്കാണ്. ഒരു ഒക്ടോബർ മിക്കവാറും കഴിയേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ഒക്ടോബർ എപ്പോഴെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ഒരു പ്ലാൻ അങ്ങനെയാണ്. തൽക്കാലം അതുവരെ ഞാൻ കുറച്ച് ബിസി തന്നെയാണ്. ഒന്നും ഞാൻ നോക്കാനുള്ള ഒരു സമയമേ ഇല്ലാത്തൊരവസ്ഥയിലാണ്. ഇത് തന്നെ ഞാൻ കുറച്ച് സമയമെടുത്ത് വേഗം ഇരുന്ന് റീഡിങ്സ് റെക്കോർഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ താല്പര്യമുള്ളവർ മറ്റ് മെമ്പർഷിപ്പിൽ ഞാൻ എക്സ്ട്രാ വീഡിയോ ആയിട്ട് ഇടും. സോ അതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് കിട്ടും. ഓക്കെ, എനിവേ നോക്കാം. താല്പര്യമുള്ളവർ നമുക്കിവിടെ ഇന്നത്തെ എനർജി നോക്കാം, നിങ്ങൾക്കുള്ള ഗൈഡൻസ് എടുക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി 6 of Pentacles, ഗുഡ്. 8 of Swords ആൻഡ് അവേക്കനിങ് ആണ്. ആക്ച്വലി ഹാങ്മാൻ ഇന്നലെ വന്നതല്ലേ. ട്രാൻസ്ഫോർമേഷൻ വരുന്നു. വെരി ഗുഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം വരുന്നതായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ചില ചിന്തകളിൽ. ഓക്കെ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളിൽ ഒരു മാറ്റം വരുന്നു. ഓക്കെ, ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. ഒരു ചേഞ്ച് എന്ന രീതിക്ക് നമുക്കതിനെ എടുക്കാം. ഓക്കെ, പക്ഷേ ഒരു തകർച്ചയാണ്. നമ്മൾ ടവർ കാർഡിനെ നമ്മൾ പറയാറുള്ള ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ ഒരു ഷേക്കപ്പ് ഉണ്ടാവും. എന്താ പറയുക, എല്ലാം കൂടെ ഒന്ന് ചിലപ്പോൾ തകർന്ന് വീണ്ടും ഒരു റീബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഒരു ലൈഫിൽ ഒരു മാറ്റമായിരിക്കാം. കുറച്ച് പേർക്ക് മേ ബി ഒരു സ്ഥലം മാറ്റം, ഒരു ജോലി മാറ്റം, കരിയർ തന്നെ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം മാറിപ്പോകുന്ന പോലെയുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുക, മാറുക, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് എനിക്ക് കാണുന്നത്. പല കാര്യങ്ങളും ആവാം. ഓക്കെ, ജോലി അല്ലെങ്കിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ ഈവൻ റിലേഷൻഷിപ്സ് എന്ത് തന്നെയായാലും. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ മാച്ച് ചെയ്ത് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, ഇവിടെ ഒരു മാറ്റം വരുന്ന കാര്യമാണ് മെയിനായിട്ട്. അതും ഓക്കെ, അവയർനെസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ടാണ്. ഓക്കെ, നിങ്ങളോട് പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കൂ എല്ലാ കാര്യങ്ങളും എന്നൊരു വാർണിംഗ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക്. എല്ലാ കാര്യത്തിലും കേട്ടോ. എനിക്ക് ഒരു ശ്രദ്ധ വയ്ക്കുക. നിങ്ങളുടെ സ്വന്തം ലൈക്ക് മേ ബി ട്രാവലിങ്ങോ വല്ലതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ബിസിനസ്സോ കാര്യങ്ങളോ ഈവൻ ജോലിയിലായാലും ഓക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധ വയ്ക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരണ്ട, അതൊരു കാര്യം. പിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. സോ അതും ഒന്ന് ശ്രദ്ധ വയ്ക്കുക, നിങ്ങൾ കെയർ വയ്ക്കുക. വേറെ മീൻസ് പേടിക്കാനല്ല പറയുന്നത്, പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്, അവയർനെസ് കൊണ്ടുവരാൻ പറയുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴായിരിക്കാം ചില ഈ മാറ്റങ്ങൾ വരുത്തുന്നത്. അങ്ങനെയാവാം. നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. സോ നല്ല കാര്യമാണ്. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആവുക, സ്ട്രോങ് ആവുക. ഓക്കെ, എല്ലാവരുടെയും മുമ്പിൽ നിങ്ങളിങ്ങനെ എപ്പോഴും വിട്ടുകൊടുക്കുന്ന സ്വഭാവമോ അല്ലെങ്കിൽ എല്ലാവരെയും കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരല്പം നിങ്ങളോടൊരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു സ്ട്രോങ് ആവാൻ പറയുന്ന തരത്തിലാണ് എനിക്ക് കാണുന്നത്. 6 of Pentacles നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിക്ക് പറയാം. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പണം കിട്ടുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഇതുവരെ ആർക്കെങ്കിലും കൊടുത്തത് തിരിച്ചു കിട്ടുന്നതായിരിക്കാം, അങ്ങനെയാവാം. അല്ലെങ്കിൽ ഇത് യൂണിവേഴ്സിൻ്റെ ഒരു എനർജി ആയിട്ട് ഞാൻ പറയാം. യൂണിവേഴ്സ് നിങ്ങൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു വരും. അത് നല്ലതാണ് ഞാൻ പറയുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ ഇത് നല്ല കാര്യമാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങൾ ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങളുടെ നിങ്ങൾ അങ്ങോട്ട് എന്ത് നല്ലത് ചെയ്തിട്ടുണ്ടോ, ആർക്കായാലും എന്തായാലും, പണമായിട്ടായാലും ശരി, സമയമായിട്ടായാലും ശരി, സ്നേഹമായിട്ടായാലും ശരി, നിങ്ങളിടുന്ന എഫേർട്ട്, ഒരു ജോലിയിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അതായാലും ശരി, എല്ലാത്തിനും ഒരു നല്ല റിസൾട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്കൊരു പണത്തിൻ്റെ കാര്യത്തിലായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് തിരിച്ചു വരുന്നു, അങ്ങനെയാവാം. ഓക്കെ, ആരെങ്കിലും അങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട്. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു ജോലിക്കോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ പറയില്ല ഒരു അപ്ലൈ ചെയ്തു, ഒരു ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അതിനുള്ള കഴിവും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യായമായ ഒരു കാര്യം നിങ്ങൾക്ക് തിരിച്ചു വരും എന്നാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളോട് പറയുന്ന സെൽഫ് ഡൗട്ടിലേക്ക് പോകരുത്. ഓക്കെ, നിങ്ങളിങ്ങനെ പെട്ട പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എൻ്റെ ലൈഫ് സ്റ്റക്കാണ്, ഒന്നും മുന്നോട്ട് പോകുന്നില്ല എന്ന്. ഇത് 2 കാർഡും ഓൾമോസ്റ്റ് സെയിം ആണ് പറയുന്നത്. ഒരു ഹാങ്മാൻ സിറ്റുവേഷൻ ആണിത്. അല്ലെങ്കിൽ 8 of Swords പറയുമ്പോൾ നമ്മൾ സ്റ്റക്ക് എന്ന രീതിക്ക് പറയും. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നത്
പറയുന്നത് എൻ്റെ ലൈഫിലൊന്നും മുന്നോട്ട് പോകുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ ഡൗട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് തോന്നലാണ് ദറ്റ് നിങ്ങൾ പെട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മുന്നോട്ട് വഴികളില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. ഓക്കെ, ഒരിക്കലും അങ്ങനെയല്ല. നിങ്ങൾക്ക് എപ്പോഴും യൂണിവേഴ്സായിട്ട് എപ്പോഴും എന്തെങ്കിലും ഒരു വഴി എപ്പോഴും ഓപ്പൺ ആക്കി വെക്കും. പക്ഷെ അത് ചെയ്യാൻ എന്താണ്, നിങ്ങൾ സ്ട്രോങ് ആവണം, നിങ്ങൾക്ക് ധൈര്യം വേണം. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, നിങ്ങളുടെ സ്വയം പേടികളാണ്, നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മനസ്സിലെ പേടികൾ, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങൾക്കൊരു ഫ്രീ വില്ല് എപ്പോഴും ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫ്രീ വിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നലെയോ ഞാൻ ഡിസംബർ 8 of Swords എനർജി, അത് ഇതിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല എവിടെയാണ്. എനിവേ 8 of Swords എനർജി പറയുമ്പോൾ നമ്മൾ പറയും നമ്മൾ സാഹചര്യങ്ങളിൽ പെട്ട് നിൽക്കുകയാണ് എന്ന് പറയും. ഓക്കെ, എൻ്റെ ഫാമിലി എന്നെ തടയുന്നു, എനിക്ക് ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആരും എന്നെ സപ്പോർട്ട് ചെയ്യില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. സൊസൈറ്റി നമ്മൾ പറയുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സൊസൈറ്റിയിൽ അവർക്കൊരു ആക്സെപ്റ്റൻസ് ഉണ്ടാവില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ ചെയ്താൽ നമ്മൾ ശരിയാവുമോ എന്ന് ഡൗട്ട് വരിക, ചെയ്തിട്ട് നടന്നില്ലെങ്കിലോ എന്ന് നമ്മൾ സ്വയമാണ് സംശയിക്കുന്നത്. ഓക്കെ, ആ സെൽഫ് ഡൗട്ട്സ് നിങ്ങൾ മാറ്റാം. ഓക്കെ, കൺഫ്യൂഷൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറ്റാം. എപ്പോഴും നമ്മളുടെ കയ്യിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മളുടെ കയ്യിൽ തന്നെയാണ് എല്ലാം കിടക്കുന്നത്. സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ, ഞാൻ ഐ തിങ്ക് ഇത് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല എവിടെയാണ് പറഞ്ഞത്. സാഹചര്യങ്ങളെ മാറ്റാൻ നമ്മളുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഓക്കെ, സാഹചര്യങ്ങൾ എന്നുള്ളത് ഒരിക്കലും ഒരു തടസ്സമല്ല. ഓക്കെ, സാഹചര്യത്തിനെ മാറ്റാനുള്ള കഴിവ് നമ്മുടെ കയ്യിലാണ്. ഈ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ, തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ, അത് യൂണിവേഴ്സായിട്ട് നമുക്കൊരു പരീക്ഷണമാണെന്ന് പറയാം. ഓക്കെ, അതിനെ നിങ്ങൾ മറികടന്ന് നിങ്ങൾക്ക് എത്രത്തോളം വേണം ഒരു കാര്യം, അതിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് നോക്കുകയാണ്. ഓക്കെ, സാഹചര്യങ്ങളെ, തടസ്സങ്ങളെ നമ്മളെ മറികടക്കാൻ നമ്മുടെ ഉള്ളിൽ തന്നെ കഴിവുണ്ട്. അത് നമ്മളെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾ എടുക്കുമോ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നത്, ഇവിടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് വരാനുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളെ ബ്ലോക്കേജ് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ സ്വന്തം മനസ്സാണ്. ഓക്കെ, സാഹചര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ പറയരുത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളാണ് സ്വയം അവനവനെ തടഞ്ഞു നിർത്തുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സ് ആക്ച്വലി ഇപ്പം നിങ്ങളെ ഒരു പെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾക്കൊരു അവസരം തരാണ് യൂണിവേഴ്സ്, നിങ്ങളെ തന്നെ മനസ്സിലാക്കാനും കാര്യങ്ങളെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾ പല കാര്യങ്ങളും തിരിച്ചറിയാൻ, നിങ്ങളുടെ കഴിവെന്താണ് എന്നുകൂടി, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് തിരിച്ചറിയാൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളെയും നമ്മൾ മനസ്സിലാക്കാൻ ഒക്കെ ഉള്ള ഒരു സമയമാണ്. ഈ സമയം നിങ്ങളെ മുന്നോട്ട് ഒരു മാറ്റം വരാനുള്ള ഹെൽപ്പ് നിങ്ങളെ ചെയ്യും. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസം ഐ തിങ്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതെന്തോ വരാനുണ്ട്, ബട്ട് അത് നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങൾ തന്നെ തടസ്സപ്പെടുത്തരുത് എന്നൊരു അഡ്വൈസാണ് ഇവിടെ കാണുന്നത്. ആൻഡ് നിങ്ങളോട് ബോൾഡ് ആവാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളോടൊന്ന് കെയർഫുൾ ആവാനുള്ള ഒരു വാർണിംഗ് കൂടിയുണ്ട്. നിങ്ങൾ ആരെ ട്രസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ, എല്ലാ കാര്യത്തിലും നിങ്ങളൊരു ശ്രദ്ധ വയ്ക്കുക. എന്തെങ്കിലും പേപ്പർ സൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധ വയ്ക്കുക. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ പറയുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ ഒരു ചെറിയൊരു ശ്രദ്ധ വയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. ഒരു കെയർഫുൾ ആയിട്ടിരിക്കുക എന്ന രീതിയിലാണ്. ചിലവർക്ക് മേ ബി നിങ്ങൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ സൂക്ഷിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, സാധനങ്ങൾ സൂക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളും ആവാം. ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ കൂടെയുള്ളവരെ ഒക്കെ നിങ്ങളൊന്ന് ചെറിയൊരു ശ്രദ്ധ വയ്ക്കുക. എനിക്ക് എല്ലാവരെയും അങ്ങനെ കണ്ണടച്ച് ട്രസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ആൻഡ് നിങ്ങൾക്ക് എന്തോ നല്ലത് വരാനുണ്ട്, പക്ഷെ അത് നിങ്ങളായിട്ട് തടസ്സം വരരുത്. ഓക്കെ, സോ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ബോൾഡായിട്ട് ആക്ഷൻസ് എടുക്കാം. ഓക്കെ, ഇന്നത്തെ എനർജി നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തിരിച്ചു തരും. അതിന് ഉള്ള റിസൾട്ട് യൂണിവേഴ്സ് തിരിച്ചു തരും എന്നാണ് മെയിൻ നമുക്ക് മെസ്സേജ് ആയിട്ട് എടുക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് ചാരിറ്റി വർക്ക് ചെയ്യാനുള്ള ഒരു അഡ്വൈസ് കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞേക്കാം. കുറച്ച് ആർക്കെങ്കിലുമൊക്കെ ദാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റക്കായിട്ടുള്ളത് മുന്നോട്ട് നീങ്ങൂട്ടോ, അതുകൂടി പറയാം. നമ്മൾ ചില സമയത്ത് നമ്മൾ പറയില്ല, ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ട് നമുക്ക് നടക്കുന്നില്ല, പണത്തിൻ്റെയൊക്കെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരല്പം നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് തോന്നിയാൽ അതിൽ ഒരു 10 രൂപയായാലും ആർക്കെങ്കിലും ഒന്ന് ഫുഡ് വാങ്ങിക്കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ട്രസ്റ്റ് പറയുന്നുണ്ട്, സോറി രണ്ടെണ്ണം വന്നു. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ് and service, yes, very good. Doubt, very good. 8 of Swords in energy. Adversity, very good. Okay, very nice. എല്ലാം നമുക്ക് കറക്റ്റായി വന്നു. ഒന്ന് മാത്രം ഉണ്ട് ഇവിടെ, ഫ്രണ്ട്ഷിപ്പ്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എ ഫ്രണ്ട് ഈസ് ഇൻ മൈ ലൈഫ് ഫോർ എ റീസൺ. ഓക്കെ, ഇതേതൊരു ഫ്രണ്ടിൻ്റെ കാര്യം പറയുന്നുണ്ട്.
ഐ ഡോണ്ട് നോ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാർഡുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് ഞാൻ എനിവേ ഒരു ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിലുള്ളത് ഒരു റീസൺ ആണ് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ നമുക്ക് നല്ലതിനായിരിക്കും, ചിലപ്പോൾ നമ്മളെ പഠിപ്പിക്കാനായിരിക്കും, ഒരു ലെസൺ ആയിരിക്കാം. സോ എന്ത് തന്നെയായാലും നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ഓക്കെ, അതിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ട്രസ്റ്റ്, ഐ ആക്സെപ്റ്റ് ദാറ്റ് മൈ ഇന്നർ വോയിസ് വിൽ ഓൾവേസ് ഗൈഡ് മീ കറക്റ്റ്ലി. സീൻ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കുക. 8 of Swords ഒക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പെട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്കറിയാം ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാം നിങ്ങൾക്കറിയാം. ഓക്കെ, സോ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കുക. അത് നിങ്ങളെ കറക്റ്റായിട്ട് ഏത് വഴിക്ക് പോകണം എന്നുള്ളത് ഗൈഡ് ചെയ്യും. ഓക്കെ, സോ ട്രസ്റ്റ് യുവർ ഇന്നർ വോയിസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് സർവീസ്, ഐ ഫീൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. അതാ പറഞ്ഞ ചാരിറ്റി വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് പണമായിട്ടൊന്നും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റുന്ന സമയം കൊടുക്കുക. ഓക്കെ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ജസ്റ്റ് ഒന്ന് കേൾക്കാൻ നിൽക്കുക. ആരെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും വിഷമങ്ങൾക്ക് നിങ്ങൾക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്താലും ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഒരു സർവീസായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി കുറച്ചുകൂടി നിങ്ങൾ ഒരു ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. ഐ ഫീൽ ഗുഡ് വെൻ ഐ ക്യാൻ ഹെൽപ്പ് അതേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കുള്ള അഫർമേഷൻസ് ആണ് ഇതൊക്കെ. ആൻഡ് അഡ്വേഴ്സിറ്റി, ഐ ആക്സെപ്റ്റ് ദാറ്റ് ചാലഞ്ചസ് ആർ ദ ബെസ്റ്റ് വേ ടു ലേൺ. എന്താ ഞാൻ പറഞ്ഞത്, യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ സാഹചര്യങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒബ്സ്റ്റക്കിൾസ്, അത് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ഓക്കെ, അത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഉള്ളിലെ സ്ട്രെങ്ത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉള്ള ഒരു കഴിവ്, എന്താ പറയുക, നിങ്ങളെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ ചാലഞ്ചസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഓക്കെ, ഐ റിലീസ് ദ നീഡ് ടു നോ ഓൾ ദി ആൻസേഴ്സ്. ഓക്കെ, നിങ്ങൾ എല്ലാ ആൻസേഴ്സും അറിയാനും ഇപ്പോൾ ശ്രമിക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരുപാട് ഡൗട്ടൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാൻ പോകണ്ട. ഓക്കെ, ഒക്കെ എല്ലാം നമ്മുടെ ഒരു സമയമാകുമ്പോൾ എല്ലാം യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരും, എല്ലാം ക്ലിയർ ആക്കി തരും. ഓക്കെ, ഇപ്പം നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ കാര്യങ്ങൾ അതിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ കൊടുക്കാം. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കേണ്ട, എന്ത് ചുറ്റും നടക്കുന്നു, മീൻസ് കണ്ണ് ശ്രദ്ധ വയ്ക്കണം, അത് വേറെ. ബട്ട് എന്താ പറയുക, എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച്, മറ്റുള്ളവരുടെ കാര്യം മാത്രം ചിന്തിച്ച് അവരെന്ത് ചെയ്യണോ, അവരെന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുകയാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, യുനോ ആ ഡൗട്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ്. ഇന്ന് കുറച്ച് ഷോർട്ടാക്കണം, അത്ര നീട്ടുന്നില്ല. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.